ചരിത്രമാണോ അല്ല കേട്ട് അറിഞ്ഞിട്ടുള്ള കഥകളാണോ നമുക്കറിയില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് വലിയ ചർച്ച, പണ്ഡിതന്മാർ, ഇന്നത്തെ പണ്ഡിതന്മാരുണ്ട് സമൂഹത്തിൽ, കുറേ കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതിയിൽ നിന്ന് അറിവൊക്കെ നേടി അതൊക്കെ പകർത്തി പറയാൻ കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കപ്പെട്ടു. പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു അത്രേ. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല, അത് ചെകുത്താനിൻ്റെ അംശമാണുള്ളത്. ദൈവത്തിൽ നിന്ന് അംശമില്ല. പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ. പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ. അന്നത്തെ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പറഞ്ഞു, അങ്ങനെ പറയരുത്. ഈ ഭൂമിയിൽ ധർമ്മിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. അന്ന് അത്രയും പറഞ്ഞാൽ വലിയ വിപ്ലവമല്ലേ? നല്ല കാര്യം പറഞ്ഞത് പകർത്തി പറയണ്ടേ? ഈ മതവും ഇതിഹാസങ്ങളും എല്ലാം ആയുധമായിട്ടെടുക്കുന്ന കാലത്ത് അതിനെയെല്ലാം നന്മയെ തിരിച്ചു പിടിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. ആത്യന്തികമായി എന്താ, അവരാരും വലിയ ചില്ലുമേടകളിൽ ഇരുന്ന് പ്രസംഗം നടത്തിയിട്ടുള്ളവരായിരുന്നില്ല. യേശുക്രിസ്തുവായാലും മുഹമ്മദ് നബി ആയാലും ശ്രീബുദ്ധനായാലും അന്നത്തെ മനുഷ്യരുടെ പങ്കപ്പാടുകൾ കണ്ട് ഇറങ്ങി നടന്നവരായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടക്കുകയായിരുന്നു യേശുവിൻ്റെയും അതുപോലെ മുഹമ്മദ് നബിയുടെയും എല്ലാം രീതി. കഷ്ടപ്പാടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനൊരു ഉപായം പറഞ്ഞു തരണേന്ന് വെച്ചിട്ട് ഗുഹക്കകത്ത് കയറി, ഹീരാ ഗുഹക്കകത്ത് മുഹമ്മദ് നബി തപസ് ചെയ്തു. മുഹമ്മദ് നബി ഒരിക്കലും സ്ത്രീകളെ ഇകഴ്ത്തി കണ്ടിട്ടില്ല. ഭാര്യയോട് വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഖദീജ, എനിക്കൊരു വെളിപാടുണ്ടായിരിക്കുന്നു. എന്താ വെളിപാട്? നാടുനീളെ നടന്ന് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സംസാരിക്കണമെന്ന് വെളിപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അനുഭവിക്കുന്നത് കഷ്ടതയാണ്, ഇങ്ങനെ ക്രൂരമായി മൃഗബലി നടത്തേണ്ടതായിട്ടില്ല എന്നെല്ലാം പറയാൻ 6-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞെങ്കിൽ അതെത്ര നല്ല കാര്യമാണെന്ന് ചെയ്തത് എന്നുള്ളതാണ്. അതിനെ വളച്ചൊടിച്ച് വികൃതമാക്കുന്നത് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആളുകളാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നമുക്ക് പറയണ്ടേ? അന്ന് ഏറ്റവും വലിയ സ്ത്രീ സമത്വ സിദ്ധാന്തമല്ലേ? രണ്ടുപേർക്കും ഒരുപോലെയാണ് ദൈവം പ്രതിഫലം കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ സ്ത്രീകൾ ഇകഴ്ത്തപ്പെടേണ്ടവരല്ല. അന്നത്തെ കാലത്ത് അത്രയും സ്ത്രീ സമത്വം അംഗീകരിച്ചു എന്നുള്ളതാണ്. യുദ്ധഭൂമിയിലൊക്കെ സ്ത്രീകൾ പോകാൻ അന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം ഇതിഹാസങ്ങളിൽ നിന്ന് പോലും നല്ല അംശങ്ങൾ എടുത്ത് അതിനെ ചീത്തയാക്കിയ ആളുകളുടെ കുൽസിത ബുദ്ധികൾ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും.